വെൽക്കം ടു ദ ക്രിപ്റ്റോഗ്രഫി. ഇപ്പോൾ ഈ ഒരു പാർട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ക്രിപ്റ്റോഗ്രഫിയിൽ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ മോഡ്യൂൾസ്. അപ്പോൾ ആ മോഡ്യൂള് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് പറയുന്നത്. സോ ലെറ്റ് ഹാവ് എ ഔട്ട്ലൈൻ. നമുക്കൊരു ഔട്ട്ലൈൻ ഇതിൻ്റെ നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. നമ്മുടെ മെയിൻ അജണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോഴ്സ് സ്ട്രക്ചർ ഉണ്ടാക്കുക, അതിൽ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇതിനുള്ള എല്ലാ ഇതും നമുക്ക് കവർ ചെയ്ത് പോകും. ഓക്കെ, സോ ദിസ് ഇസ് റൂട്ട് മാപ്പ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസും ക്ലാസിക്കൽ സൈഫേഴ്സും ആണ്. ഇതിന് നമുക്ക് 3 യൂണിറ്റ്സ് ആണുള്ളത്. ഒന്ന് ഫൈനൈറ്റ് ഫീൽഡിന്റെ അൽഗോരിതം, നമ്പർ തിയററ്റിക്കൽ അൽഗോരിതം, ക്ലാസിക്കൽ സൈഫേഴ്സ് ആണ് നമുക്ക് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ഫൈനൈറ്റ് ഫീൽഡ്സിന്റെ അൽഗോരിതത്തിൽ കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ ആണ്. മാത്തമാറ്റിക്കൽ എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മേജർലി നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ് ഓഫ് പ്രൈം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ പ്രൈമിന്റെ നമ്പർ ഓഫ് സെറ്റ്സ് എത്രയാണ്, അതിൽ എത്ര ഫൈനൈറ്റ് നമ്പേഴ്സ് നമുക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിത്ത് ഫോർമുല പഠിക്കുകയാണ് നമുക്കിവിടെ ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയുന്നത്. നെക്സ്റ്റ് തിയററ്റിക്കൽ അൽഗോറിതംസ് ആണ്. ഈ അൽഗോറിതംസ് ആണ് നമുക്ക് ക്രിപ്റ്റോഗ്രഫിയിൽ എങ്ങനെയാണ് ഓരോ മാത്തമാറ്റിക്കൽ ഫീൽഡ്സും IT ഫീൽഡിൽ എങ്ങനെയാണ് നമുക്കത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. നെക്സ്റ്റ് യൂണിറ്റ് 3യിലാണ് ശരിക്കും ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു എവല്യൂഷണറി മോമെന്റ് നമുക്ക് തുടങ്ങുന്നത്. അതായത് ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് മുതൽ ഇപ്പം എങ്ങനെയാണ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൻഡ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ഫോർവേഡ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് ദ സിമെട്രിക് നെക്സ്റ്റ് സെഷൻ, ദറ്റ് ഇസ് സിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റംസ് ആൻഡ് ഹാഷ് ഫങ്ഷൻസ് ആണ് നമുക്കിവിടെ പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ തിങ്സ് ഡൂയിങ് ഇൻ ദ സിമെട്രിക് കീ ബ്ലോക്ക് സൈഫേഴ്സ്, സ്ട്രീം സൈഫേഴ്സ് ആൻഡ് ഹാഷ് ഫങ്ഷൻസ് ആണ് നമുക്കിവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് സിമെട്രിക് കീ, എന്താണ് അസിമെട്രിക് കീ എന്നും അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ഓരോ ബ്ലോക്ക് സൈഫേഴ്സ് എന്താണ് അത് എങ്ങനെയാണ് ഓരോരുത്തരും ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ് സ്ട്രീം സൈഫേഴ്സ് ആണ് പറയുന്നത്. ഇവിടെ ഓരോന്നിലും പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ഹാഷ് ഫങ്ഷൻ ഒക്കെയാണ് നമുക്കിവിടെ പറയുന്നത്. അടുത്ത പാർട്ടിൽ നമുക്ക് വരുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സും അതുപോലെ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റംസ് ഒക്കെയാണ് നമുക്കിവിടെ വരുന്നത്. ആൻഡ് ലാസ്റ്റ് വി ആർ വൈൻഡിങ് അപ്പ് വിത്ത് ദ പ്രാക്ടിക്കൽ ഗൈഡ്. അപ്പോൾ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ഈച്ച് ആൻഡ് എവറി മോഡ്യൂൾ ദാറ്റ് വി ആർ ഗോയിങ് ടു ഫോർവേഡ്. ഫസ്റ്റ് ഈസ് ദ ഫൈനൈറ്റ് ഫീൽഡ്സ് ആൻഡ് അൽഗോരിതംസ്. ഓക്കെ, ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആൽജിബ്ര എന്താണ്, ഫൈനൈറ്റ് ഫീൽഡ് എന്താ, ഫൈനൈറ്റ് ഫീൽഡ് എന്തൊക്കെയാണ്, നമ്മൾ എപ്പോഴും ഒരു സെറ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിന്റെ ബേസിക് അൽഗോരിതംസ് എന്തൊക്കെയാണ്, ഒരു തന്നിരിക്കുന്ന നമ്പർ ബേസിക് ഫീൽഡിലാണോ അല്ലയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്പർ തിയററ്റിക്കൽ പറയുന്നത്. ഇതിൽ പറയുന്നത് പ്രൈം ഫോർമുലേഷൻസ് ഒക്കെയാണ് നമുക്കിവിടെ പറയുന്നത്. പ്രൈം വെദർ ദ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട് എന്നുള്ള പ്രൈം അല്ല നമ്മളിവിടെ പറയുന്നത്. പ്രൈം നമ്പർ പ്രൈമബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മളിവിടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയുന്നത്. വിച്ച് മീൻസ് ദാറ്റ് പ്രൈം നമ്പറിൽ പ്രൈമബിലിറ്റി ടെസ്റ്റിംഗ് എന്നാണ് പറയാം. പ്രൈം നമ്പറിന്റെ ആ ഒരു സെറ്റിൽ ഇത് വരുന്നതാണോ, അങ്ങനെ ആണെങ്കിൽ തന്നെ ഏതൊക്കെ ടെസ്റ്റിൽ കൂടെ പ്രൈം നമ്പർ ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ടെസ്റ്റിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ട്, ആ ടെസ്റ്റുകളാണ് പ്രോബിലിസ്റ്റിക് അൽഗോരിതം, സ്യൂഡോ പ്രൈം ടെസ്റ്റ്, മില്ലർ റാബിനും AKS അൽഗോരിതം പറയുന്നത്. ഇതെല്ലാം പാസ്സാവുമ്പോൾ മാത്രമാണ് വി ആർ കൺസിഡറിങ് എ നമ്പർ ആസ് എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് റൂട്ട്സ് ഉള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിൽ എങ്ങനെയാണ്, ഇല്ലാത്തതാണെങ്കിൽ എങ്ങനെയാണ്. ഇതാണ് സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് കംസ് ദ തേർഡ് മോഡ്യൂൾ, ഹിസ്റ്ററിക്കൽ മുതൽ, അതായത് ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ചെറിയ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് മുതൽ, അതായത് നമ്മളൊരു ഡാറ്റ എന്ന് ബിയിലേക്ക് സെൻഡ് ചെയ്യണ സമയത്ത് എയും ബിയും മാത്രമേ എന്താണ് ആക്ച്വൽ ഫാക്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതല്ലാതെ വേറൊരു തേർഡ് പാർട്ടി വന്ന് നോക്കുമ്പോഴേക്കും എന്താ നമ്മുടെ ഡാറ്റ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി ആ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിപ്റ്റോ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പണ്ട് മുതൽ എങ്ങനെയൊക്കെയാണ്, ഇപ്പൊ അത് ഏതുവരെ ആയി എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഔട്ട്ലൈനിൽ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്സിൽ സിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം ഹാഷ് ഫംഗ്ഷനും ആണ് പറയുന്നത്. എന്താണ് സിമെട്രിക് കീസും എന്താ ബ്ലോക്ക് സൈഫേഴ്സും, ഇവിടെ വരുന്ന ഏറ്റവും 2 ബേസിക് ആയിട്ടുള്ള
ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് DESഉം AES. ഓക്കെ, ഇവർക്ക് അവരവരുടേതായ, ഇപ്പൊ DESനാണെങ്കിൽ അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷനും എങ്ങനെയാണ് ക്രിപ്റ്റ് അനാലിസിസ് ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ AESനാണെങ്കിൽ ഒരു ബേസിക് അൽഗോരിതം ഉണ്ട്, എത്ര ലെയേഴ്സ് ആണ്, എങ്ങനെയാണ് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യുക, അതേപോലെ DESലും എങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ യൂണിറ്റ് 5 സ്ട്രീം സൈഫേഴ്സ്. എന്താ സ്ട്രീം സൈഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ലീനിയർ ഹാബിറ്റിൽ ഒരു ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഞാൻ സെൻഡ് ചെയ്യണ സമയത്ത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്, റെക്കറൻസസ് എത്രയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ആ ഡേറ്റ് നമ്മൾ അറിയാതെ ആ ആൽഫബറ്റ് മാത്രം ഷിഫ്റ്റ് ആവുമ്പോഴോ അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴോ വാട്ട്സ് ദ ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്ട്രീം സൈഫേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഹാഷ് ഫംഗ്ഷൻ. ഹാഷ് ഫംഗ്ഷൻ ഈസ് വെരി സിമ്പിൾ. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാഷ് ഫംഗ്ഷനാണ് MD5 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SHA-2 എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്തിനാണ് ഈ ഹാഷ് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ വി ആർ ഡൂയിങ് ദ കാൽക്കുലേഷൻ ആൻഡ് സ്റ്റോറിങ് ദാറ്റ് വാല്യൂ ഇൻ സം അതർ മെമ്മറി ലൊക്കേഷൻസ്, എപ്പോഴും നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷൻസ് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ആവുന്ന സമയത്ത് ഏത് ഹാഷ് ഫംഗ്ഷനിലൂടെയാണോ ഈ ലൊക്കേഷൻ എനിക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലീനിയർ പ്രോബിംഗ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ലീനിയർ പ്രോബിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് എന്താണ് നമ്പർ ഓഫ് വാല്യൂസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടാവും. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതേ ആൻസർ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ നമുക്ക് ആ വാല്യൂവിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയതിനെ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു, അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് പറയുന്ന ഒരു അൽഗോരിതമാണ് ബർത്ത്ഡേ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കംസ് ദ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റംസ് ആൻഡ് ദ ഡിജിറ്റൽ സിഗ്നേച്ചർ. എന്താണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്താണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന RSA ക്രിപ്റ്റോ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുണ്ട്. എങ്ങനെയാണോ DESലും അതേപോലെ AESലും ഒരു അൽഗോരിതം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എൻക്രിപ്ഷൻ നടക്കുന്നത്, അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് RSA ക്രിപ്റ്റോ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്ക് ഇവരുടേതായ മെത്തേഡ് ഓഫ് എക്സിക്യൂട്ടിങ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇതിൽ വരുന്നതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച്, അതുപോലെ എൽഗാമാൻ ക്രിപ്റ്റോ സിസ്റ്റംസ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വർക്കിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമുക്കില്ല. ഓക്കെ, അപ്പോൾ അവരവരുടേതായ വർക്കിംഗ് കോംപ്ലക്സിറ്റീസും കാര്യങ്ങളും നമുക്കതിലുണ്ട്. നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോഴും എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് ആണ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്താ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ മെയിൻറ്റെയിൻ ദ സീക്രസി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏതൊരു കാര്യവും എന്താണ് ഡിജിറ്റലൈസ് ചെയ്യുന്നു, ബട്ട് ഇറ്റ് ഷുഡ് ബി എൻക്രിപ്റ്റഡ്. നമ്മളൊരു സാധനം സെൻഡ് ചെയ്യുമ്പോഴേക്കും അത് ബാക്കി എല്ലാവർക്കും എത്താൻ പാടില്ല. ആയ കാര്യം എങ്ങനെയാണ് നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് റിസീവറിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതത്തിൽ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്കൊരു ഔട്ട്ലൈൻ ആയിട്ട് പറയാനുള്ളത്. അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഓരോ യൂണിറ്റും വളരെ ഡീപ്പ് സ്റ്റഡി നടത്താനുണ്ട്. സോ താങ്ക് യു.